പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഈ ഒരു ദിനം ഒരു വലിയ ദൈവാനുഗ്രഹത്തിൻ്റെയും കൃപയുടെയും ദിനമാകട്ടെ. സങ്കീർത്തന പുസ്തകം 81:6. ഞാൻ നിന്റെ തോളിൽ നിന്ന് ഭാരം ഇറക്കി വെച്ചു, നിന്റെ കൈകളെ കുട്ടയിൽ നിന്ന് വിടുവിച്ചു. നിന്റെ തോളിൽ നിന്ന് ഭാരം. എനിക്ക് പ്രിയ സഹോദരങ്ങൾ, ആ വചനം കേട്ടപ്പോൾ നിന്റെ തോളിൽ നിന്ന് ഞാൻ ഭാരം ഇറക്കി വെച്ചു. ചിലപ്പോഴൊക്കെ നമുക്ക് ശരിക്കും നമ്മൾ ഭാരം, അതായത് നമുക്ക് പറ്റുന്നില്ല കർത്താവേ, നമുക്കൊന്നും തോന്നാറില്ലേ സഹോദരങ്ങളെ? എൻ്റെ കൊണ്ട് പറ്റുന്നില്ല കർത്താവേ. സഹോദരങ്ങളെ, അങ്ങനെ പറ്റാത്ത ഭാരങ്ങൾ എൻ്റെ യേശുവേ എന്ന് ഹൃദയം തുറന്ന് നമ്മൾ വിളിക്കുകയാണെങ്കിൽ ആ ഭാരം ഇറക്കി വയ്ക്കുവാൻ നമ്മുടെ കർത്താവ് സന്നദ്ധനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ നോക്കിയാൽ നമ്മൾ വരുന്ന വ്യാഴാഴ്ച, അതായത് മറ്റന്നാൾ, നമ്മൾ പ്രത്യേകമായിട്ട് ഈ 4 ആഴ്ചകൾ, ഡിസംബർ മാസത്തെ ഈ 4 ആഴ്ചകളിൽ നമ്മൾ പ്രത്യേകമായിട്ട് പ്രത്യേകിച്ച് യുവതിയുവാക്കന്മാരായിട്ടുള്ള വിദ്യാർത്ഥിനികൾ, അതുപോലെ തന്നെ യുവതികളായിട്ടുള്ള കുഞ്ഞുങ്ങളില്ലാത്ത യുവദമ്പതികൾ, ഇവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് ഈ 4 ആഴ്ചകൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ 3 ആഴ്ചകൾ നോമ്പാണ്. നോമ്പ് ശക്തമായിട്ട് നോമ്പിൽ പ്രാർത്ഥിച്ച് പിന്നെ 26-ാം തീയതിയാണ് 4ാമത്തെ ആഴ്ച വരുന്നത്. നമ്മൾ കുട്ടികൾക്ക് വേണ്ടി, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളില്ലാത്ത യുവദമ്പതികൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ളൊരു ശുശ്രൂഷ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ മറ്റന്നാൾ വരുമ്പോൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് വേണം വരാനെന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ടോ. ഈശ്വരങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.